മുന്നണി മാറ്റം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന JDU കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായ ഭിന്നത. സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ പങ്കെടുത്ത യോഗത്തിനിടെ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. അതേസമയം മുന്നണി മാറ്റം സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ജനാധിപത്യ പാർട്ടിയായതുകൊണ്ട് ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും തീരുമാനങ്ങളൊന്നും ഇല്ലെന്നായിരുന്നു വീരേന്ദ്രകുമാറിന്റെ പ്രതികരണം. ജില്ലാ കൗൺസിൽ യോഗത്തിൽ ആദ്യം പ്രസംഗിച്ച MP വീരേന്ദ്രകുമാർ UDFൽ JDUവിന് നീതി ലഭിച്ചില്ലെന്ന് വ്യക്തമാക്കി. പാർട്ടി സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് റിബലുകളെ നിർത്തി വെല്ലുവിളിച്ചെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. മുന്നണി മാറ്റത്തിനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടില്ലെന്നാണ് മന്ത്രി KP മോഹനൻ നിലപാടെടുത്തത്. JDUവിനോടുള്ള CPIM മനോഭാവത്തിൽ മാറ്റമുണ്ടായെന്ന് താൻ കരുതുന്നില്ലെന്നും മോഹനൻ പറഞ്ഞു. മുന്നണി മാറ്റത്തിന് എതിരായ നിലപാടാണ് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രനും യോഗത്തിൽ സ്വീകരിച്ചത്. മുന്നണി മാറ്റത്തെ എതിർക്കുന്ന വിഭാഗം യോഗത്തിൽ ദീർഘമായി സംസാരിച്ചപ്പോൾ മറുഭാഗം എതിർത്തത് ഇരുവിഭാഗവും തമ്മിലുള്ള വാക്കേറ്റത്തിനിടയാക്കി. മുന്നണി മാറ്റത്തെ എതിർത്ത കൗൺസിൽ അംഗങ്ങൾ പക്ഷേ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് വ്യക്തമാക്കി. മുന്നണി മാറ്റത്തെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഒരു ചർച്ച ഇങ്ങനെ മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. ഡെമോക്രാറ്റിക് പാർട്ടി പറയോ? തീരുമാനമൊന്നുമില്ല. ചർച്ചയാണ് നടന്നത്. വിലയിരുത്തൽ. പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ഒന്നിച്ചു നിൽക്കണമെന്ന പൊതുവികാരമാണ് യോഗത്തിലുണ്ടായതെന്ന് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. പാർട്ടി ഏത് തീരുമാനം എടുക്കുമ്പോൾ ഒന്നിച്ചു നിൽക്കണമെന്നും പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ടായിരിക്കണം ഏത് തീരുമാനം എടുക്കേണ്ടതെന്നുള്ള പൊതുവികാരമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വരുന്ന 18-ന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന 9 അംഗങ്ങളിൽ ഭൂരിപക്ഷം പേരും മുന്നണി മാറ്റത്തെ അനുകൂലിക്കുന്നവരാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.